ശാശ്വതീകാനന്ദയുടെ ജലസമാധിയുടെ പേരിൽ വെള്ളാപ്പള്ളിയെ ആളുകളെല്ലാം ചേർന്ന് വളഞ്ഞിട്ട് വെട്ടുമ്പോൾ പ്രതിരോധിക്കാൻ രണ്ടു പേരെ നാട്ടിലുള്ളൂ. ഒന്ന് ശോഭാ സുരേന്ദ്രനാണെന്ന് അറിയാമല്ലോ, രണ്ടാമത് അതാ വരുന്നു മറ്റൊരാൾ. പേര് പറഞ്ഞാൽ അപ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലാകും. സാക്ഷാൽ തോക്കുസ്വാമി. അവസാനത്തെ അഭയമായി വെള്ളാപ്പള്ളി പറഞ്ഞുവിട്ടതാണത്രേ തോക്കുസ്വാമിയെ. തനിക്ക് വേണ്ടി വാദിക്കാൻ ഇങ്ങനെയൊരാൾ ഉണ്ടെന്നറിഞ്ഞാൽ വെള്ളാപ്പള്ളിയല്ല ആരായാലും ആഹ്ലാദിച്ച് അതിരുവിട്ടുപോകും. എന്തായാലും കേരളത്തിൽ നിന്ന് നാടുവിട്ടേ പോയ തോക്കുസ്വാമി പുതിയ ഉണ്ടകളുമായി രണ്ടാം വരവിത വന്നിരിക്കുകയാണ്. മംഗളാനുഭവന്തോ. ഇവൻ സംഗതി ഡോൾബി ആക്കോ? ഞാനൊരു സാധാരണക്കാരനാണ്. നമ്മളിപ്പോൾ ഒരു 10 പേരെടുത്ത് ചിലപ്പോൾ എനിക്കൊരു ചെറിയൊരു 10 പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കും. ഞാനിവിടുത്തെ ഒരു അത്രയും വലിയൊരു ശക്തനായ ഒരാളൊന്നുമല്ല. നാം ശ്രീ പരമാനന്ദ ഗുരുസ്വാമിയുടെ വത്സല ശിഷ്യൻ ജയദേവാനന്ദ സ്വാമികൾ. ഞാനൊരു സനാതന ധർമ്മിയാണ്. സനാതന ധർമ്മത്തെ ഉയർത്തിപ്പിടിക്കുന്ന ആരുടെയും കൂടെ ഞാൻ നിൽക്കും. എവിടുന്ന് വരണു? ഞാൻ ഇവിടെ അല്ല, കേരളത്തിലെ അല്ല. അയ്യോ, നമ്മൾ ഈ സ്ഥലത്തുനിന്നേ വിട്ടപ്പ ദേശാടനത്തിനായി ഇറങ്ങിയതാണ്. ഇതുവഴി കടന്നു പോയപ്പോൾ ഇവിടം സന്ദർശിക്കാനുള്ള മുഹൂർത്തമായെന്ന് തോന്നി. കാരണം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തായിരുന്നാലും എൻ്റെ ചില സത്യങ്ങൾ ഇവിടെ അറിയിക്കണം എന്നുണ്ടായിരുന്നു. എൻ്റെ ടേം കഴിഞ്ഞു. എനിക്കിനി ഇവിടെ വിവാദവും ഇതുമായിട്ട് നടക്കാൻ പറ്റില്ല. ഇവിടെ എന്തെങ്കിലും നമുക്ക് ആത്മീയമായിട്ടുള്ള എന്തെങ്കിലും 10 പേർക്ക് പറഞ്ഞു കൊടുക്കാനും, അല്ലെങ്കിൽ എൻ്റെ മേഖല വേറെയാ. പക്ഷെ എന്നും എന്നെ ഒരു കോൺട്രവേഴ്സി ഫേസിലെ മാധ്യമങ്ങളും സമൂഹവും കാണാൻ ആഗ്രഹിക്കുന്നുള്ളൂ. തോക്കെടുത്ത് പോലീസ് സ്റ്റേഷനിൽ കയറി വെടിവെക്കുക, സമൂഹം ശ്രദ്ധിക്കുന്നവരെ ചീത്ത വിളിക്കുക, കഴുതകളെയും കൊണ്ട് സമരത്തിനിറങ്ങുക, തല്ലുമേടിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് സ്വാമിയാണെന്നും പറഞ്ഞു നടക്കുക. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ അർഹമായ പരിഗണന ആ സ്വാമി കുമ്പിടി സ്വാമിക്ക് കിട്ടുന്നുണ്ടല്ലോ. എന്നിട്ട് കോൺട്രവേഴ്സിയുടെ പേര് പറഞ്ഞ് സങ്കടപ്പെട്ടിട്ട് എന്ത് കാര്യം? എന്തായാലും വെള്ളാപ്പള്ളി പറഞ്ഞു വിട്ടതല്ലേ. വെള്ളാപ്പള്ളിയെ വാഴ്ത്തിയും ബിജു രമേശിനെ താഴ്ത്തിയും ആവോളം പറഞ്ഞോളുക. വെള്ളാപ്പള്ളി നടേശൻ ഈഴവരെന്ന് പറയുന്ന ആ സമൂഹത്തിനെ കരിയിലേക്ക് അടിയിൽ കിടന്ന ആ ഈഴവ സമൂഹത്തെ ഇന്ന് ലോകത്ത് അറിയിച്ച ഒരു വലിയൊരു ശബ്ദമാക്കി മാറ്റിയത് വെള്ളാപ്പള്ളി തന്നെയാണ്. ബിജു രമേശൻ ഇനി എത്രയൊക്കെ എന്ത് കാണിച്ചാലും ശരി, വെള്ളാപ്പള്ളിയുടെ ഒരു രോമത്തിൽ തൊടാൻ മാത്രം ബിജു രമേശിനെ ഇറക്കി വിട്ട ഊച്ചാളികൾക്കോ സാധിക്കത്തില്ല. ഒരു സ്വാമിയുടെ കാര്യമാണിത്, ശാശ്വതീകാനന്ദ സ്വാമിയുടെ കാര്യമാണ്. ഒരു സന്യാസിയെ കൊന്ന കാര്യമെന്ന് പറഞ്ഞ ആൾക്കാരുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന കാര്യമാണ്. നിന്റെ ബുദ്ധി സമ്മതിച്ചടാ. സ്വാമി ഇങ്ങനെ ഒരു കൊലപാതകം നടന്നിട്ടില്ല. എന്റെ അമ്മയെ നാട്ടിച്ച്. അദ്ദേഹത്തിൻ്റെത് ആ ഒരു കൊലപാതകമല്ല. അതിന് കാരണങ്ങൾ വേറെ ഉണ്ട്. അത് ഞാൻ പേഴ്സണലായിട്ട് പറഞ്ഞുതരാം. അത് ഞാൻ വരും ദിവസങ്ങളിൽ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഞാൻ ഒരുപാട് സാധനം പറഞ്ഞുതരാം. ഈ ബിജു രമേശൻ പല വ്യക്തികൾക്കും കൈക്കൂലി കൊടുക്കുകയും അതുപോലെ തന്നെ മറ്റ് വേണ്ടാത്ത കാര്യങ്ങൾ നടത്തിക്കൊടുത്തും അയാളുടെ കാര്യങ്ങൾ നേടിയെടുക്കുന്ന ഒരു നിർഗിഷ്ട ജീവി തന്നെയാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഒരു നിർഗിഷ്ട ജീവി തന്നെയാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതിനുശേഷം ഒരു നിർഗിഷ്ട ജീവി തന്നെയാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതിനു മുമ്പ് ഒരു നിർഗിഷ്ട ജീവി തന്നെയാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അദ്ദേഹത്തിന്റെ ഒരു കിഡിലെ സാധനം ഞാൻ പറഞ്ഞുതരാം. വെയിറ്റ് പറഞ്ഞുതരാം. അതിപ്പോ ഇത് വെയിറ്റ് ഞാൻ പറഞ്ഞുതരാം. ഇതൊക്കെ ഓരോരോ സാധനങ്ങളുണ്ട്. എനിക്ക് ഇങ്ങനത്തെ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് മൈൻഡ് വന്നത് കുറച്ച് ദിവസം ഞാൻ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കൊരു മാധ്യമ ക്രൈസ് എനിക്കും ഉണ്ടായി. നമ്മളൊരു ഓൺലൈൻ മീഡിയയിലൊക്കെ ഇങ്ങനെ ഇതായപ്പോൾ ഈ ജേർണലിസം ഒരു നല്ലൊരു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫീൽഡാണ്. പോത്തെ ഈ ലോകത്ത് മുകളിലേക്ക് പോയാൽ താഴേക്ക് വരാത്ത ഒരൊറ്റ സാധനമേ ഉള്ളൂ. അതെന്താണെന്നറിയോ? അറിയാം, റോക്കറ്റ് അല്ലേ? മഴയാണോ? വെള്ളാപ്പള്ളിയുടെ പല സ്റ്റേറ്റ്മെന്റ്സും പല ഇതിനെയും ഞാൻ പലതവണ വിമർശിച്ചിട്ടുള്ള ആളാണ്, ശക്തമായ രീതിയിൽ. ഇങ്ങനെ ഒരു കാര്യം അടിസ്ഥാനരഹിതമായി പറഞ്ഞ് ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഇത്തരം സത്യങ്ങൾ നിങ്ങളെ കൂടെ അറിയിക്കണമെന്ന് എനിക്ക് തോന്നിയത്. ഞാനൊന്നും കേട്ടില്ല. പുല്ല് ചെവി അടിച്ചു പോയാ എന്തോ. ഇവിടുത്തെ ഞാനിപ്പോൾ കേരളത്തിലെ അല്ല, എനിക്ക് ഇന്ത്യയിലുള്ള മിക്ക BJP ലീഡേഴ്സുമായിട്ടുള്ള അവരുടെ പ്രവൃത്തികൾ എനിക്കറിയാം.
ഈ കേരളത്തിൽ കുറച്ചുകൂടെ ഒന്ന് മാറിയാൽ നന്നായിരിക്കും. കേരളത്തിലെ BJP-ക്കാരുമായിട്ടല്ല ഞാൻ ഇത് കൂടുതലും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ആക്രാന്തമുത്ത് ജീപ്പ് പിടിച്ചാ വരുന്ന മതിയായിരുന്നു. ഇവിടുന്ന് കേരളത്തിന് വിട്ടിട്ടുള്ള ആൾക്കാർ ഈ ഇവിടുത്തെ കാര്യം വളരെയധികം ഗൗരവത്തോട് തന്നെ കാണുന്നുണ്ട്. പിന്നെ നല്ല നേതാക്കളുണ്ട് BJP-യിൽ. അവർ വരും ദിവസങ്ങളിൽ അവർ സംസാരിച്ചോളൂ. കള്ളം പറയരുത് ആരും. എനിക്ക് ബിജു രമേശോ വെള്ളാപ്പള്ളിയോ അല്ലെങ്കിൽ കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ BJP-യോ ഒന്നുമില്ല. നിങ്ങൾക്ക് എന്നെ നല്ലപോലെ അറിയുന്നതാണ്. എനിക്കതല്ല തലക്കോളം കിറക്കഞ്ഞ മനുഷ്യന്മാർ ഇങ്ങനെ കാണിച്ചു വിട്ടു. എനിക്ക് ആരുമായിട്ടൊക്കെ പരിചയമുണ്ടെന്നുള്ളത് എന്റെ ഫേസ്ബുക്കൊക്കെ ഒന്ന് നോക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റു രീതിയിലൊക്കെ നോക്കുമ്പോൾ അറിയാൻ പറ്റും. വയസ്സുകാലത്ത് ഓരോരുത്തന്മാരുടെ ഓരോ പൂതികളെ ഇച്ചിരി കഷ്ടപ്പെട്ട് കിട്ടണത് എന്നേക്ക് ഇറുക്കുവാണ്. കഷ്ടപ്പെടാമേ കിടക്കണ ഒന്നുമേ ഇറുക്ക കൂടാതെ. കൊറേ നേരം രണ്ടും കൂടി അല്ല, നമ്മളിപ്പോ ഞാൻ സ്വകാര്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. സ്വകാര്യമായിട്ട് ഞാൻ പലതും പറഞ്ഞുതരാം. ഇതിപ്പോ ഇതങ്ങ് എയറിൽ പോയി കഴിഞ്ഞല്ല തോക്കുസ്വാമിയാ പറയുന്നത്. സാധനം സീൻ കോൺട്രയാവും. അടിപൊളി. ഇവിടെ പല സ്വാമിമാരുണ്ട്. അതായത് ഒരു കുഞ്ഞിനെ ബലാത്സംഗം ചെയ്താലും ഓം ശാന്തി, അടിപൊളി. അമ്മയെ പീഡിപ്പിക്കാൻ വന്നാലും ഓം ശാന്തി, അടിപൊളി. ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. നക്ഷത്രദീപങ്ങൾ തിളങ്ങി. നമ്മുടെ ജീവാത്മാവും പരമാത്മാവും രണ്ടാത്മാവാണുള്ളത്. അതിൽ ജീവാത്മാവ് പരമാത്മാവിനെല്ലാം അറിയിച്ചു കൊടുക്കുകയാണ്. മനസാക്ഷി എന്ന് പറഞ്ഞൊരു സാധനം മനസ്സുള്ളിലുണ്ട്. ഈ മനസ്സാണ് ഈ പ്രലോഭനങ്ങളിൽ വീഴുന്നത്, വികൃതികൾ കാണിക്കുന്നതൊക്കെ. പക്ഷേ ഈ ജീവാത്മാവ് എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഒരു മൂകസാക്ഷിയായിരിക്കുന്നതാ. വട്ടാണല്ലേ. സോ താങ്ക്സ് എ ലോട്ട്. ഇനി സാറ്റിസ്ഫാക്ഷനോടുകൂടി യാത്ര തുടരാം. ഓം ശ്രീ പരമാനന്ദ ഗുരുസ്വാമിയായ നമഃ. സ്വാമി ഗുരുവേ നമഃ. ഇമാതിരി 10 സ്വാമിമാരുണ്ടെങ്കിൽ അത്തരക്കാരെ പിടിച്ച് BJP സംസ്ഥാന പാർട്ടി ഭാരവാഹികളാക്കണം. ചിക്കിളി കൊടുത്താൽ എന്തും പറഞ്ഞോളുമല്ലോ. അത്തരം ചിലർ മുദ്രാവാക്യങ്ങളുമായി ദില്ലിയിലും കറങ്ങി നടപ്പുണ്ട്. അതൊരിടവേള കഴിഞ്ഞ്. അച്ഛൻ